എല്ലാവർക്കും ടെക്ലൈ മനസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു കമ്പാരിസൺ വീഡിയോ ആണ്. നമ്മുടെ റിയൽമി P3 നമ്മുടെ ഓപ്പോ K13 തമ്മിലുള്ള കമ്പാരിസൺ ആണ്. സോ ഈ രണ്ട് സ്മാർട്ട് ഫോൺ നല്ല അത്യാവശ്യം പെർഫോമൻസ് ഓറിയന്റഡ് സ്മാർട്ട് ഫോൺ തന്നെയാണ് നമ്മുടെ 20K താഴെ വരുമ്പോൾ. ഇത് രണ്ടിലും ബെറ്റർ ഏതാണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഡിസൈൻ വൈസ് നോക്കുകയാണ്, പേഴ്സണൽ പെർസ്പെക്റ്റീവ് ആണ്. റിയൽമി ഇച്ചിരി ഒരു ഗെയിമറി ലുക്കൊക്കെ തരുന്നൊരു ഫീൽ തരുന്നൊരു സ്മാർട്ട് ഫോൺ ആണ്. അപ്പോൾ ഒരു ക്ലീൻ ലുക്കാണ്, ഇച്ചിരി ക്ലീൻ ലുക്ക് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ ആണ്. റിയൽമി P3 നമ്മൾ പറയുകയാണെങ്കിൽ 8mm ആണ് തിക്നെസ് വരുന്നത്, 194 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. ഫുൾ പ്ലാസ്റ്റിക് ബിൽഡ് ആണ്. പിന്നെ നല്ലൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് IP69 റേറ്റിംഗ് കിട്ടുന്നുണ്ട്. ഒരു പ്രീമിയം ഫീച്ചർ നമുക്ക് ഒരു 16,000 രൂപ പ്രൈസ് റേഞ്ച് ഒരു നല്ലൊരു കാര്യം തന്നെയാണ്. ഓപ്പോ K13 ആണെങ്കിൽ 8.5mm ആണ് തിക്നെസ് വരുന്നത്, തിക്നെസ് ഉള്ള സ്മാർട്ട് ഫോൺ ആണ്. 208 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. വെയിറ്റ് വരാൻ കാരണങ്ങളുണ്ട്, ഞാൻ പറയാം. ഇതും ഫുൾ പ്ലാസ്റ്റിക് ബിൽഡാണ് വരുന്നത്. IP65 റേറ്റിംഗ് ആണ് വരുന്നത്. ബിൽ ക്വാളിറ്റി വെച്ച് നോക്കുവാണെങ്കിൽ P3 തന്നെയാണ് ഇച്ചിരി ബെറ്റർ ആയിട്ട് എടുക്കുന്നത്. പക്ഷേ ബിൽ ഡിസൈൻ വൈസ് നോക്കുവാണെങ്കിൽ ഓപ്പോ K13 ആണ് ഇച്ചിരി ബെറ്റർ എൻ്റെ ഒരു രീതിയിൽ പറയുവാണെങ്കിൽ. ഡിസ്പ്ലേസ് നമ്മൾ നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് സിമിലർ ആണ് രണ്ടും ഡിസ്പ്ലേ കാര്യത്തിൽ. സെയിം സൈസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്. റിയൽമി P3 ആണെങ്കിൽ 6.67 ഇഞ്ചിന്റെ ഒരു ഫ്ലാറ്റ് ഫുൾ HD പ്ലസ് 120 Hz ആംബിയന്റ് പാനലാണ് വരുന്നത്. 2000 നിറ്റ്സ് ആണ് പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത്. HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 180 Hz ആണ് ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നത്. ഓപ്പോ K13 ആണെങ്കിൽ സെയിം 6.67 ഇഞ്ചിന്റെ ഫ്ലാറ്റ് 120 Hz ഫുൾ HD പ്ലസ് ആംബിയന്റ് ആണ് വരുന്നത്. ഇവിടെ 1200 നിറ്റ്സ് ആണ് പീക്ക് ബ്രൈറ്റ്നസ്. സോ ബ്രൈറ്റ്നസ് ഇച്ചിരി കുറവാണ്. പക്ഷെ ഇവിടെ HDR10+ സപ്പോർട്ടും വരുന്നില്ല. 180 Hz ആണ് ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നത്. പിന്നെ ഡ്രാഗൺ ട്രെയിൽ സ്റ്റാർ 2 പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. സോ പ്രൊട്ടക്ഷൻ ആയിരുന്നു ഇച്ചിരി ബെറ്റർ ഓപ്പോ K13 ആണ്. പക്ഷെ ഓവറോൾ ഡിസ്പ്ലേ ക്വാളിറ്റി വെച്ച് നോക്കുവാണെങ്കിൽ ഇച്ചിരി ബെറ്റർ P3 തന്നെയാണ്. കാരണം ഹൈ ബ്രൈറ്റ്നസ് കിട്ടുന്നുണ്ട്, HDR10+ സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഓഡിയോയുടെ കാര്യത്തിൽ രണ്ടും ഓൾമോസ്റ്റ് സിമിലർ ആണ്. നമുക്ക് രണ്ടിലും ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് തന്നെയാണ് വരുന്നത്. നെക്സ്റ്റ് പെർഫോമൻസിന്റെ നമ്മൾ നോക്കുമ്പോൾ രണ്ടും സിമിലർ ആണ്. രണ്ടിലും സെയിം ചിപ്സെറ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. സ്നാപ്ഡ്രാഗൺ 6 Gen 4 ആണ് വരുന്നത്. 4nm പ്രോസസർ ആണ്. പിന്നെ LPDDR4X RAM, UFS 3.1 സ്റ്റോറേജ് ആണ് രണ്ടിലും വരുന്നത്. പിന്നെ റിയൽമിയിൽ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഹൈബ്രിഡ് കാർഡ് സ്ലോട്ട് വരുന്നുണ്ട്. ഒരു സിമ്മും അല്ലെങ്കിൽ ഒരു SD കാർഡ് നമുക്ക് ഇടാൻ പറ്റും. നല്ലൊരു കാര്യം തന്നെയാണ്. നമുക്ക് സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ ഇച്ചിരി ബെറ്റർ റിയൽമി തന്നെയാണ്. ആൻഡ്രോയിഡ് സ്കോർ നമ്മൾ നോക്കുവാണെങ്കിൽ റിയൽമി തന്നെയാണ് ഇച്ചിരി ബെറ്റർ ആയിട്ട് എടുക്കുന്നത്. റിയൽമി ഇച്ചിരി പെർഫോമൻസ് ട്യൂൺഡ് ആണ്, ഇച്ചിരി ബെറ്റർ ആയിട്ട് പെർഫോമൻസ് ട്യൂൺഡ് ആണ്. റിയൽമിയുടെ നമ്മൾ പറയുകയാണെങ്കിൽ BGMI ബെറ്റർ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് BGMI 120 FPS കിട്ടുന്നുണ്ട്. അതേസമയം ഓപ്പോയിലാണ് 90 FPS ആണ് കിട്ടുന്നത്. ആൻഡ്രോയിഡ് സ്കോർ നമ്മൾ നോക്കുവാണെങ്കിൽ റിയൽമിയിൽ 7,77,276 ടോട്ടൽ സ്കോർ വരുന്നത്. CPU 2,59,510, GPU 1,84,992 വരുന്നത്. ഓപ്പോ K13 ആണെങ്കിൽ 7,09,471 ടോട്ടൽ സ്കോർ വരുന്നത്. CPU 2,11,234, GPU 1,82,922. രണ്ടും ഓൾമോസ്റ്റ് സിമിലർ ഒക്കെയാണ് ബെഞ്ച് മാർക്ക് സ്കോർസിൽ. പക്ഷെ ഇച്ചിരി ബെറ്റർ പെർഫോമൻസ് ചെയ്യുന്നത് റിയൽമി P3 തന്നെയാണ്. OSന്റെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ രണ്ടും അത്യാവശ്യം നല്ല OS തന്നെയാണ്. രണ്ടിൽ അത്യാവശ്യം ഇഷ്ടം പോലെ ബ്ലോട്ട് വേർഡ്സ് ഉണ്ട്, ചൂട് മെനക്കെടേണ്ടി വരും. റിയൽമിയിലാണെങ്കിൽ റിയൽമി UI 6.0 ആണ് വരുന്നത്. 2 വർഷം സ്റ്റാൻഡേർഡ് അപ്ഡേറ്റ്, 3 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റ്. ഓപ്പോ K13 ആണെങ്കിൽ ColorOS 15 ആണ്. ഇതേപോലെ സെയിം 2 വർഷം സ്റ്റാൻഡേർഡ് അപ്ഡേറ്റ്, 3 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ രണ്ടിലും അത്യാവശ്യം നല്ല ബ്ലോട്ട് വേർഡ്സ് ഉണ്ട്. ഇച്ചിരി നമ്മൾ മെനക്കെട്ട് അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. പക്ഷേ ഫീച്ചേഴ്സ് കാര്യത്തിൽ മീൻസ് AI ഫീച്ചേഴ്സിന്റെ കാര്യത്തിൽ ബെറ്റർ ആയിട്ട് വെക്കുന്നത് നമുക്ക് ഓപ്പോയിൽ തന്നെയാണ്. ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. വെറൈറ്റി ഉള്ള ഫീച്ചേഴ്സും റിയൽ ടൈം ട്രാൻസ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. സോ OSന്റെ കാര്യത്തിൽ ഇച്ചിരി AI കാര്യത്തിൽ ബെറ്റർ ആയിട്ട് വെക്കുന്നത് ColorOS 15 തന്നെയാണ്. ക്യാമറ ആയിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ രണ്ടിലും സ്പെക് ഒക്കെ വെച്ച് നോക്കുവാണെങ്കിൽ സെയിം ആണ്. രണ്ടിലും സെയിം സെൻസർ തന്നെ ഉപയോഗിച്ചേക്കുന്നത്. സെയിം സെൻസർ സൈസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. റിയൽമിയിൽ ഒരു 50 മെഗാ പിക്സൽ സെൻസറാണ്. f1.8 ആപ്സ്റ്റർ വരുന്നുണ്ട്. 4K 30 FPS ആണ്. ഇവിടെ OISO കാര്യങ്ങളൊന്നും വരുന്നില്ല. 2 മെഗാ പിക്സൽ ഡെപ്ത്, പിന്നെ 16 മെഗാ പിക്സൽ f2.4 സെൽഫി, 1080p 30 FPS. ഓപ്പോ സെയിം ഇതുപോലൊക്കെ തന്നെ 50 മെഗാ പിക്സൽ f1.9 ആപ്പച്ചർ ആണ്. 4K 30 FPS, പിന്നെ 2 മെഗാ പിക്സൽ ഡെപ്ത് വരുന്നുണ്ട്. 16 മെഗാ പിക്സൽ f2.5 സെൽഫി ക്യാമറ, 1080p 30 FPS. ക്യാമറ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിയൽമി ഇച്ചിരി സാച്ചുറേറ്റഡ് കളേഴ്സ് ആണ് ഷോ ചെയ്യുന്നത്. സമയം ഓപ്പോ ഇച്ചിരി നാച്ചുറൽ കളേഴ്സ് ആണ്. പിന്നെ ഓപ്പോയിൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് പോർട്രേറ്റ് മോഡിൽ 2x ഓപ്ഷൻ വരുന്നുണ്ട്. അത് നമുക്ക് റിയൽമിയിൽ കിട്ടുന്നില്ല. പിന്നെ പോർട്രേറ്റ് ഇച്ചിരി ബെറ്റർ ആയിട്ട് എഡ്ജ് ഡിറ്റക്ഷനും കാര്യങ്ങളൊക്കെ ഇച്ചിരി ബെറ്റർ ആയിട്ട് വരുന്നത് ഓപ്പോയിൽ തന്നെയാണ്. സെൽഫിയുടെ കാര്യങ്ങൾ വരുവാണെങ്കിൽ മോർ ഡീറ്റെയിൽസ് ഇച്ചിരി ഡീറ്റെയിൽ കിട്ടുന്നതും ഓപ്പോ K13 ആണ്. സോ ക്യാമറ ആണ് നിങ്ങൾക്ക് നോക്കുന്നതെങ്കിൽ ഓപ്പോ K13 ആണ് നല്ലത്. രണ്ട് സ്മാർട്ട് ഫോൺ അല്ല, എന്നാൽ പോലും തമ്മിൽ ഭേദം ഓപ്പോ K13 തന്നെയാണ്. ബാറ്ററി നമ്മൾ പറയുവാണെങ്കിൽ രണ്ടും വലിയ ബാറ്ററി ആയിട്ടാണ് വരുന്നത്. റിയൽമി P3 ആണെങ്കിൽ 6000 mAh സിലിക്കൺ കാർബൺ ബാറ്ററിയാണ്. 45 വാട്ടിന്റെ ചാർജർ നമുക്ക് ബോക്സിൽ കിട്ടും. 0 to 100% ഒരു 50 മിനിറ്റ് കൊണ്ടൊക്കെ ആവും. അതേസമയം ഓപ്പോ K13 ഒരു 7000 mAh ബാറ്ററിയാണ്, സിലിക്കൺ കാർബൺ. 80 വാട്ടിന്റെ ചാർജർ ബോക്സിൽ കിട്ടും. 0 to 100% ഒരു 56 മിനിറ്റ് കൊണ്ടൊക്കെ ആവും.
സോ ബാറ്ററിയുടെ കാര്യത്തിലും കപ്പാസിറ്റിയുടെ കാര്യത്തിലും സ്പീഡിന്റെ കാര്യത്തിലും ബെറ്റർ ആയിട്ടേക്കുന്നത് നമ്മുടെ ഓപ്പോ K13 തന്നെയാണ്. പിന്നെ നമ്മൾ രണ്ടിന്റെയും കണക്ടിവിറ്റി ഫീച്ചേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടും ഓൾമോസ്റ്റ് സിമിലർ ആണ്. നമുക്ക് റിയൽമിയിലാണെങ്കിൽ 9 5G ബാൻഡ് വരുന്നുണ്ട്, ബ്ലൂടൂത്ത് 5.2 വരുന്നുണ്ട്, വൈഫൈ 6 വരുന്നുണ്ട്, പിന്നെ USB Type-C 2.0 ആണ് വരുന്നത്, പിന്നെ ഹൈബ്രിഡ് കാർഡ് സ്ലോട്ട് വരുന്നുണ്ട്. അതേസമയം ഓപ്പോ K13 9 5G ബാൻഡ്, ബ്ലൂടൂത്ത് 5.2, വൈഫൈ 6, ഇവിടെ നമുക്ക് IR ബ്ലാസ്റ്റർ കിട്ടുന്നുണ്ട്, പിന്നെ USB Type-C 2.0. പിന്നെ പ്രൈസ് നമ്മൾ നോക്കുവാണെങ്കിൽ റിയൽമി Redmi എന്ന് പറഞ്ഞാൽ ഇച്ചിരി ചീപ്പായിട്ടൊരു ഓപ്ഷൻ വരുന്നുണ്ട്. 6GB 128 വേരിയന്റ് വരുന്നുണ്ട്, അതിന് 16,000 രൂപ വരുന്നുള്ളൂ. പിന്നെ 8GB 128 17,000 രൂപയും 8GB 256 18,500. ഓപ്പോ K13 ആണെങ്കിൽ 8GB 128 സ്റ്റാർട്ട് ചെയ്യുന്നത് 18,000 രൂപയ്ക്കും 8GB 256 19,000 രൂപയ്ക്കാണ്. ഒരു 1000 രൂപ ഡിഫറൻസ് വരുന്നുണ്ട്. പക്ഷെ അത് വർത്താണ്, കാരണം കുറച്ച് കാര്യങ്ങളൊക്കെ ഓപ്പോ ഇച്ചിരി ബെറ്റർ ആണ്. അഡ്വാൻറ്റേജ് നമ്മൾ നോക്കുവാണെങ്കിൽ രണ്ട് സ്മാർട്ട് ഫോൺസിന്റെ അഡ്വാൻറ്റേജ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ റിയൽമിയിൽ IP69 റേറ്റിംഗ് വരുന്നുണ്ട്, ബ്രൈറ്റർ ഡിസ്പ്ലേ ആണ് വരെ, HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ബെറ്റർ ട്യൂൺഡ് ആണ് പെർഫോമൻസിന് വേണ്ടി, ചീപ്പറാണ് ആ വേരിയന്റ് ഉള്ളതുകൊണ്ട്, പിന്നെ ഹൈബ്രിഡ് കാർഡ് സ്ലോട്ട് വരുന്നുണ്ട്. അതേസമയം ഓപ്പോ K13 IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്, 7000 mAh ബാറ്ററിയും 80 വാട്ടിന്റെ ചാർജർ ബോക്സിൽ കിട്ടും, ബെറ്റർ AI ഫീച്ചേഴ്സ് വരുന്നുണ്ട്, ബെറ്റർ ക്യാമറാസും വരുന്നുണ്ട്. സോ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ രണ്ടിലും കമ്പാരിസൺ നമ്മൾ നോക്കുവാണെങ്കിൽ ഏതാണ് ബെറ്റർ എന്ന് ചോദിച്ചാൽ എൻ്റെ രീതി പറയുവാണെങ്കിൽ ഓപ്പോ ഇച്ചിരി ബെറ്റർ ആണ്. ഒരു ഓവറോൾ വെച്ച് നോക്കുവാണെങ്കിൽ അത്യാവശ്യം പെർഫോമൻസ് ഉണ്ട്, ക്യാമറ നല്ലതാണ്, ബാറ്ററി നല്ലതാണ്, ഡിസ്പ്ലേ അത്യാവശ്യം നല്ല തന്നെയാണ് വരുന്നത്. സോ അതിന്റെ പറയുവാണെങ്കിൽ ഇച്ചിരി നമ്മുടെ ഓപ്പോ K13 പോകണമായിരിക്കും ഇച്ചിരി നല്ലത്. പിന്നെ ചിലർക്ക് റിയൽമി സ്മാർട്ട് ഫോൺസ് ഇഷ്ടമുള്ളവർക്ക് റിയൽമിയായിട്ടും പോകാം, വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. ക്യാമറ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് രണ്ടും വലിയ ക്യാമറ സ്മാർട്ട് ഫോൺ ഒന്നും അല്ല, പക്ഷെ തമ്മിൽ ഭേദം ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ K13 തന്നെയാണ്. സോ അതുകൊണ്ടാണ് ഓവറോൾ വെച്ച് നോക്കുവാണെങ്കിൽ K13 ആണ് ഇച്ചിരി ബെറ്റർ ആയിട്ട് നിൽക്കുന്നത്. സോ ഗൈസ്, ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ ഫീച്ചർ നോക്കി നെക്സ്റ്റ് വീഡിയോ കാണാം.